ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വാഴയ്ക്ക തോരനാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞ് വീഡിയോ ഒന്ന് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഏത്തക്കായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം തോരൻ വെക്കാൻ നേരത്തേക്ക് നന്നായിട്ട് വിളഞ്ഞതല്ല. അപ്പം കാറ്റും മഴയൊക്കെ അല്ലേ, അപ്പം ഈ സമയത്ത് ഒടിഞ്ഞു വീണതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു വാഴക്ക 3 എടുത്തിട്ട് ഞാൻ തോരൻ വെക്കാനായിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ നമ്മൾ 3 വാഴയ്ക്ക എടുത്ത് വെച്ചിട്ട് അത് ചെത്തുവാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വാഴയ്ക്ക ചെത്തി ഇതിൻ്റെ തൊലി ഒരുപാട് അങ്ങ് കയറ്റി ചെത്തണ്ട, ചെറുതായിട്ടൊന്ന് ആ പുറംതൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്ന ഈ വെള്ളമില്ലേ, അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാവേ. ഇതാ ഞാൻ 3 ഏത്തക്കായുടെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലോട്ട് അരിഞ്ഞിടാൻ പോവാണ്. ആദ്യം തന്നെ ഏത്തക്ക ഒരു 3-4 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ നടുവേ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, എൻ്റെ ചാനലിൽ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഇപ്പം കുറച്ച് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വ്യൂസൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഇനി കുക്കിംഗ് വീഡിയോസ് വേണ്ട എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ബ്ലോഗായിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഞാൻ കുക്കിങ്ങിൻ്റെ മാത്രമുള്ളൊരു ചാനലായിട്ടല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവും അഭിപ്രായവും ഒക്കെ എന്നോട് പറയാവുന്നതാണ്. എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏത്തക്കായൊക്കെ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് തോന്നത്തുള്ളൂ. ഞാനിപ്പോൾ 1 വർഷം ആവാറായിട്ടുണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കാണുക. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. നിർബന്ധിക്കുകയേ അല്ല, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഏത്തയ്ക്ക 3ാമത്തെ കായും കൂടെ ഞാൻ ഇതുപോലൊന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെയാണോ തോരനൊക്കെ തയ്യാറാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളങ്ങോട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം കമൻറ്റിലൂടെ മാത്രമല്ലേ നമുക്ക് പബ്ലിക്കിൻ്റെ ഇത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ തോരനായിട്ട് കായൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 വട്ടം ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന ആ വെള്ളം ഒന്ന് കളഞ്ഞ് കറയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ടിട്ടുണ്ട് 2 വട്ടം കഴുകിയതിന് ശേഷം. പിന്നെ ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പാതി അരമുറി തേങ്ങ എടുത്തിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചെറുജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3-4 അല്ലി ചുവന്നുള്ളിയും 1 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ അരകല്ലയിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാന് അടുപ്പേ വെച്ച് കൊടുക്കാം. അതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ കാണും. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ഞാനിവിടെ കുത്തിരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് അരി കൊണ്ടാണോ ചോറുണ്ടാക്കുന്നത് ആ അരി അങ്ങ് എടുത്താൽ മതിയാവും. ഞാനപ്പം ഒരു 1 സ്പൂണോളം അരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.
അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി കിടക്കുവാണ്. അരി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ടോ, പൊട്ടി ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ശകലം കടുക് മാത്രം, പേരിന് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ വാഴയ്ക്ക തോരൻ്റെ അകത്തോട്ട് പോയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം അതിന് ശേഷം എന്താ, നമ്മൾ കറിവേപ്പില ഒരു തണ്ട് ഇതുപോലെ അടത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ നമ്മുടെ വാഴയ്ക്ക ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്ക അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വാഴയ്ക്ക ഒരു കാരണവശാലും വെള്ളമില്ലാതെ അരിഞ്ഞിടാൻ പാടില്ല. നമ്മൾ അരിഞ്ഞിടുമ്പം വെള്ളത്തിലേ അരിഞ്ഞിടാവുള്ളൂ, ഇല്ലെങ്കിൽ കറ കാരണം വാഴയ്ക്കയൊക്കെ കറുത്ത് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വാഴയ്ക്ക ഇതുപോലെ അരിഞ്ഞത് ഇതുപോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എരിവൊക്കെ ഇച്ചിരി കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ കൊടുത്തു വിടുവാണെങ്കിൽ, കഞ്ഞിയൊക്കെ കുടിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ, സ്കൂളിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നവരില്ലേ, അപ്പം കഞ്ഞിയുടെ കൂടൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂളിലും ചോറാക്കിയിട്ടുണ്ട്. എന്നാലും പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും ഇട സമയത്താണ് ഇങ്ങനെ ചോറും ഒക്കെ ഉള്ളത്. അപ്പം അതൊക്കെ പോട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, നമ്മളൊന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വാടി, അതുപോലെ തന്നെ നമ്മുടെ ഏത്തക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒന്നാക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാവേ. അതായത് ഇതുപോലെ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറന്നു പോയേക്കരുത്. ഞാൻ അത് എടുത്തു പറയാഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് തോരാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്താ നമ്മൾ കോരി ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഓടി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.